വീണ്ടും ഒരു വൈറസ് ലോക്ക്ഡൗൺ കാലം വരുന്നു എന്ന് വേണം പ്രതീക്ഷിക്കാനായിട്ട്. ആരാണ് ഈ വൈറസ് വിടുന്നത്? എന്താണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറസും തമ്മിലുള്ള ബന്ധം? ഇത് ആകസ്മികമായിട്ട് കഴിഞ്ഞ തവണ കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞ മാതിരി വുഹാൻ എന്ന വെറ്റ് മാർക്കറ്റിൽ ആരോ ഒരു പക്ഷിയുടെ മാംസം ഭക്ഷിച്ചു ഒരു സ്ത്രീ. അങ്ങനെയാണ് ആ കഥ നമ്മളോട് അന്ന് പറഞ്ഞത്. അതിനുശേഷം അവർ കഥ മാറ്റി പറഞ്ഞു. അവർ പറഞ്ഞു വുഹാൻ ലാബിൽ നിന്നാണ് വൈറസ് വന്നത്, അങ്ങനെയാണ് കൊറോണ പരന്നതൊക്കെ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണോ അവർ പറയുന്നത്? COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസ് കുറേ വർഷങ്ങളായിട്ടുള്ളതായിരുന്നു. എന്നാൽ ആരോ അത് വീണ്ടും കുറേ എന്തൊക്കെയോ ചേർത്ത് ലോകം മുഴുവനും പടർത്തിയ പോലെയാണ് നമുക്ക് അന്ന് തോന്നിയത്. ഒരു ലോക്ക്ഡൗൺ, ഏതെങ്കിലും ഒരു പക്ഷിയുടെ മാംസം ഒരു സ്ത്രീ ഭക്ഷിച്ചത് കൊണ്ട് ലോകം സ്തംഭനത്തിലാകും എന്ന് നമുക്ക് നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട്, ലോജിക്കൽ മൈൻഡ് കൊണ്ട് ചിന്തിച്ചാൽ നമുക്കറിയാം അത് സാധ്യമല്ല എന്നാണ് ശാസ്ത്രജ്ഞരും ലോകം മുഴുവനും ഡോക്ടർമാരൊക്കെ പല കാരണങ്ങളും പറയുന്നുണ്ട്. എന്നാൽ വ്യക്തമായ ഉത്തരം നമുക്ക് ലോകത്തിന് ലഭിച്ചില്ല. അതാ ട്രംപ് ഭരണത്തിൽ വരാൻ പോകുന്നു വീണ്ടും ഒരു കോവിഡ്. അപ്പം നമുക്കിതിനെ ഒന്ന് അനലൈസ് ചെയ്യാനുണ്ട്. എന്താണ് ഇങ്ങനെ ഇതും ലോകരാഷ്ട്രീയവും ബന്ധങ്ങളും രാഷ്ട്രബന്ധങ്ങളും തമ്മിൽ കൂടിച്ചേർന്ന് കിടക്കുന്നുണ്ടോ? കഴിഞ്ഞ തവണ ട്രംപ് തന്നെ ഈ വൈറസിനെ വിളിച്ചത് ചൈന വൈറസ് എന്നാണ്. എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇവിടെ ഉണ്ടായിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടി അതിനെതിരെ വിമർശനം ഏർപ്പെടുത്തുകയും വളരെയധികം അങ്ങനെ വിളിക്കരുത്, ചൈനക്കാരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത്തവണയും HMVP എന്ന് പറഞ്ഞ ആ വൈറസ് വരുന്നതും ചൈനയിൽ നിന്നാണ്. അത് സ്പ്രെഡ് ആവുന്നുള്ളൂ, എന്നാൽ ലോകരാഷ്ട്രങ്ങളൊന്നും പേടിക്കാനില്ല എന്ന് ചൈന പോലും പറയുന്നൊന്നും പേടിക്കാനില്ല എന്ന്. കഴിഞ്ഞ തവണ 2019 ഏകദേശം നവംബർ ഡിസംബർ കാലഘട്ടത്തിലൊക്കെ എന്തോ ഒരു വൈറസിനെ പറ്റി നമ്മൾ കേട്ടു. എന്നാൽ അതൊരു 2020 മാർച്ച് ആയപ്പോഴേക്കും കത്തിപ്പടർന്ന് ലോകത്തിനെ സ്തംഭനത്തിലാക്കി. ആ 2020 കാലഘട്ടത്തിലാണ് ട്രംപ് അടുത്ത രണ്ടാം വട്ടം പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടി ഇലക്ഷൻ നേരിടുന്ന കാലഘട്ടത്തിലാണ് വന്നത്. അപ്പോൾ ഇതുകൊണ്ട് ചൈനയ്ക്കുണ്ടാകുന്ന ദോഷം എന്താണ്? ട്രംപ് അധികാരത്തിലിരുന്നാൽ താരിഫുകൾ കൊണ്ടുവരും. അവരുടെ വസ്തുക്കൾ, ഇന്ന് ലോകത്തിന് മുഴുവനും സാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. അവരുടെ സാധനങ്ങളുടെ മേലെ ഒരു 50%, 100% അവർ കൊണ്ടുവരുന്ന ഈ വസ്തുക്കളുടെ മേലെ ഒരു താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയാൽ അത് ചൈന എന്ന രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലാണ് സംഭവിക്കാൻ പോകുന്നത്. അതേ അവസ്ഥയാണ് ഇത്തവണയും ട്രംപ് വരുമ്പോൾ ഒരു ട്രേഡ് വാർ നടക്കും. അതായത് ഈ കാലഘട്ടങ്ങളിലുള്ള യുദ്ധങ്ങൾ എന്ന് പറയുന്നത് മിസൈലുകളോ ബോംബുകളോ ഈ വിമാനങ്ങളോ ഫൈറ്റർ ജെറ്റുകളോ വിട്ടുള്ള യുദ്ധങ്ങളല്ല ഇനി നടക്കാൻ പോകുന്നത്. ഇതുപോലെയുള്ള വൈറസുകൾ, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയാണ് യുദ്ധം. കഴിഞ്ഞ തവണ അതാണ് നമ്മൾ കണ്ടത്. ലോകം സ്തംഭനാവസ്ഥയിലായി. അവർ തന്നെ ഒരു അടി ഏറ്റെടുത്തിട്ട് ലോകത്തിന് വലിയ അടി കൊടുക്കാനായിരുന്നു അതിൻ്റെ ഭാവം. പക്ഷേ അമേരിക്കൻ എക്കോണമി എന്ന് പറഞ്ഞാൽ അവർ അതിലേക്ക് പൈസ പമ്പ് ചെയ്തു. ജനങ്ങൾക്കും ബിസിനസ്സുകൾക്കും ഈ റിലീഫായിട്ടുള്ള പൈസ എല്ലാ ആഴ്ചയും 2 ആഴ്ചയും കൂടുമ്പോഴും കൊടുത്ത് എക്കോണമീനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. അതുപോലെ വീണ്ടും ഒരു വൈറസാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ലോകം സ്തംഭനാവസ്ഥയിലാകും. കാരണം ഇതിനെ ഉൽപ്പാദിപ്പിച്ച് വിടുന്ന പോലെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക, നമുക്ക് കാണാൻ സാധിക്കുക. അതിനിപ്പോൾ നമ്മൾ തെളിവുകൾ അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം അങ്ങനെയാണ് ഈ വൈറസുകളുടെ ഇത് ഇപ്പോൾ ഉത്ഭവിച്ചതല്ല. ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലും നമ്മൾ പ്ലേഗ്, അതല്ലെങ്കിൽ നമ്മൾ ഗുജറാത്തിലൊക്കെ, ഇന്ത്യയിലും അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലത് മനുഷ്യനിർമ്മിതമാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇത്തരത്തിലുള്ള വൈറസുകളുടെ ഉത്ഭവം. അപ്പോൾ ഒരു പക്ഷേ ട്രംപിനെ ഭയന്ന് ഇവർ തന്നെ വിട്ടതാണോ? ചൈന തന്നെ ഇത്തരത്തിലുള്ള വൈറസുകൾ ഉൽപ്പാദിപ്പിച്ച് ലോകത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണോ? ഇതുകൊണ്ടുള്ള നേട്ടവും കോട്ടവും ആർക്കായിരിക്കും? എന്നാൽ അമേരിക്ക പോലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ തകർക്കണമെങ്കിൽ ഇങ്ങനെയൊരു വൈറസ് കൊണ്ട് തകർക്കാൻ പറ്റുന്ന ഒരു
സാഹചര്യമല്ല നിലനിൽക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വൈറസുകൾ വരുമ്പോൾ അമേരിക്ക ഒന്ന് തളർന്ന് കിട്ടണം. കാരണം അമേരിക്കൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു 35-36 ട്രില്യൺ ഡോളറാണ് അതിൻ്റെ GDP എന്ന് പറയുന്നത്. ചൈനയുടെ GDP ഒരു 18 ട്രില്യൺ, അതിൻ്റെ പകുതിയോലും താഴെ വരുള്ളൂ. രണ്ടാമത്തെ ഏറ്റവും സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും രണ്ടാമത് നിൽക്കുന്ന രാജ്യമായ ചൈന. അപ്പം അമേരിക്ക കഴിഞ്ഞ് ചൈന. അപ്പം ചൈനയ്ക്ക് ഒന്നാമതെത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ നമ്മളറിയാം, നമ്മളൊരു ഓട്ട മത്സരമാണെങ്കിൽ പോലും മേലെ നിൽക്കുന്നവൻ താഴെ നിൽക്കുന്നവനെ വെട്ടുന്നതാണ്. കാരണം അവൻ വളർന്നു വന്നാൽ ഇവനെ അടിക്കുമെന്നുള്ളൊരു അത് ഡിഫൻസിലും എക്കോണമിയിലും അടിവരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള എങ്ങനെ അസ്ഥിരപ്പെടുത്താമെന്ന് നോക്കുന്നത്. അപ്പം ചൈനയ്ക്ക് ഇപ്പം എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലാണ് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ 1-ാം സ്ഥാനം. അതിനു വേണ്ടി എല്ലാ പരിശ്രമങ്ങളും സി ജിൻപിൻ എന്ന ചൈനീസ് പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വൈറസും കൂടി വന്നാൽ ചൈനയ്ക്ക് ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയെ അസ്ഥിരതപ്പെടുത്തി 1-ാം സ്ഥാനം, ലോക സമ്പദ് വ്യവസ്ഥയുടെ 1-ാം സ്ഥാനം നേടിയെടുക്കാമെന്നാണ് അവർ കരുതിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. കാരണം ഇങ്ങനെ ഒരു വൈറസ് ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ട് ലോകം സ്തംഭനാവസ്ഥയിലാവുന്നത് നമ്മ സാധാരണ മനുഷ്യനോ ആർക്കെങ്കിലും അവൻ്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്കറിയാം അത് സംഭവമല്ല. കാരണം അത് വെൽ പ്ലാൻഡ് ആയിട്ട് അയക്കുന്ന ഓരോ വൈറസുകളാണ്. ചിലപ്പോൾ ശാസ്ത്രീയമായിട്ട് വന്ന് പറയുന്നവർ പറയാം അത് അവിടെ നിന്ന് ഒരു മൃഗത്തിൽ നിന്ന് കത്തിപ്പടർന്നു എന്നൊക്കെ പറയാം. അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചില വൈറസുകൾ അങ്ങനെ നമ്മുടെ പനി നീരുവെച്ചപ്പോൾ ചില വൈറസുകൾ, പക്ഷെ ലോകത്തിന് സ്തംഭനത്തിലാക്കാവുന്ന രീതിയിൽ ലോകത്തിൻ്റെ പല കമ്പനികളും തകർന്നില്ലാതായി കോവിഡ് സമയത്ത്. അപ്പം ഇപ്പം നമ്മൾ കാണേണ്ടത് ട്രംപ് ഭരണത്തിലേറുന്നതോടുകൂടി ചൈന ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും അടുത്ത 2-3 മാസത്തിനുള്ളിൽ ലോകം സ്തംഭനാവസ്ഥയിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സക്സസ്ഫുൾ ആയിട്ട് അവർ എക്സ്പോർട്ട് ചെയ്ത് നമ്മൾ ഇന്ത്യയിൽ കണ്ടു തുടങ്ങി. 5 കേസോളം ഇന്ത്യയിൽ. 5 കേസ് നമുക്ക് അറിയാവുന്നതാണെങ്കിലും 10,000-കണക്കിന് ഓൾറെഡി സ്പ്രെഡായി കഴിഞ്ഞ് കാണണം. അത് ലോകം മൊത്തം ഇനി കേസുകൾ ചെയ്യും. പയ്യെ ലോക്ക്ഡൗണിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കരുതിയിരിക്കുക, നമ്മുടെ സമ്പത്ത് കരുതിയിരിക്കുക, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുക. അപ്പോൾ വരാൻ പോകുന്നത് ഒരു ലോക്ക്ഡൗൺ ആണ് എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ചൈന ട്രംപിൻ ഭരണകൂടത്തെ ഭയക്കുന്നു. ഒരു പക്ഷേ ഒരു താരിഫ് യുദ്ധം വന്നാൽ ചൈനയെ തന്നെ ഇല്ലാതാക്കുന്ന സ്ഥിതിയിലാവും. കാരണം ട്രംപിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ മോഡിയായിട്ടും പൂട്ടിനായിട്ടും ഗൾഫ് രാജ്യങ്ങളിലെ സൗദി ക്രൗൺ പ്രിൻസ് MBS ഇതൊക്കെയാണ് കൂട്ടുകെട്ട്. യൂറോപ്പിലുള്ള കൂട്ടുകാരൊക്കെ പാടിക്കൂടി വേറെ നയങ്ങളായിരിക്കാം ട്രംപ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കരുതിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.